നാഷണൽ ടോക്സിന് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് ഓണചിത്രമായിട്ടുള്ള ഐ ആം ഗെയിം സ്വാഭാവികമായിട്ടും ഒരു ഓഗസ്റ്റ് 20 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ റിലീസ് ചെയ്തില്ല. പക്ഷെ മറ്റു സിനിമകളൊക്കെ ഓണത്തിനുണ്ടാവും. പക്ഷെ ഓഗസ്റ്റ് 20 ഐ ആം ഗെയിമിന്റെ ഒരു റിലീസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 3 മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീട്ടി വെച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പലരും ശരിക്കും പറഞ്ഞാല് ഇപ്പം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്കയെ നേരിടാനായിട്ട് ദുൽഖറിനെ നേരിടാൻ മമ്മൂക്കയെന്ന് മറ്റു ചില വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു അത്രയും നല്ല രീതിയിലല്ല അവർ അത്രത്തോളം വാക്കുകൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സെപ്റ്റംബർ 3 ദുൽഖറിന്റെ ഐ ആം ഗെയിം റിലീസ് ചെയ്യുന്നെങ്കിൽ 4 ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, ഒരു മമ്മൂക്ക നായകനായിട്ടുള്ള സിനിമയൊന്നും അല്ല. രഞ്ജിത്ത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിലുള്ള ഒരു സിനിമ മാത്രമാണ് ലോ ആൻഡ് ഓർഡർ. അതിനകത്ത് പ്രകാശ് വർമ്മയെ പോലുള്ള കുറച്ച് ആൾക്കാരാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ മമ്മൂക്കയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു കഥാപാത്രം 2004 നമുക്കറിയാം റിലീസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്കകത്ത് കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മമ്മൂക്കയുടെ ഏറ്റവും നല്ല ഒരു മാസ് കഥാപാത്രമായിട്ടുള്ള അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സിനിമ, ഒരു കഥാപാത്രം തന്നെയാണ് കാരക്കാമുറി ഷൺമുഖൻ. പ്രത്യേകിച്ച് മമ്മൂക്കയും റഹ്മാനും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ആ ജയിലിൽ വെച്ച് കാണുന്ന രീതിയിലുള്ള ചില നർമ്മം കലർന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ആക്ഷൻ ധാരാളം കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലാക്കിലെ കാരക്കാമുറി ഷൺമുഖൻ. പക്ഷെ ഈ പ്രാവശ്യം കാരക്കാമുറി ഷൺമുഖനെ അന്ന് നമ്മൾ ബ്ലാക്കിൽ കണ്ട ഒരു രൂപമല്ല. സ്വാഭാവികമായിട്ടും കുറച്ചു താടിയും ഒക്കെ വളർന്നിട്ടുണ്ട്, ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാരക്കാമുറി ഷൺമുഖനെയാണ്. അന്നത്തെ പോലെ നമുക്ക് മൊസ്റ്റാഷ് മാത്രം വെച്ചിട്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു കാരക്കാമുറി ഷൺമുഖനെ അല്ല നമ്മൾ ഇതിനകത്ത് കാണുന്നത്. പക്ഷെ നമുക്കറിയാം ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ ആ സിനിമയുടെ അവസാന ഭാഗത്തോ ക്ലൈമാക്സോട് കൂടിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഒരു കഥാപാത്രത്തിനെ അതിനകത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്കറിയാം ഇപ്പം ഐ ആം ഗെയിം പോലുള്ള ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സിനിമ നമുക്ക് റിലീസ് സമയത്ത് തന്നെ ഇപ്പൊ 3-ാം തീയതി 4-ാം തീയതി ഒക്കെ റിലീസ് ചെയ്യുമ്പം ഒന്നും അല്ലെന്ന് നമുക്കറിയാം. കാര്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുമെന്ന് പോലും സംശയം വരുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സിനിമ തന്നെയാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ. ഇപ്പൊ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ ചില ആൾക്കാർ വന്ന് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ വിമർശിക്കുമ്പോഴും അതിനൊക്കെ നല്ല ആരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി ആ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യം പറയണമെന്നുണ്ട്. കാര്യം എന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അത് പറയാതെ ഒഴിവാക്കി വിടുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു അഭിമാനമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് ഐ ആം ഗെയിം. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം എന്റെ വീഡിയോയുടെ താഴെ ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ രാത്രിയിൽ പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് ചില ആൾക്കാര് ചില 1-2 കമന്റ് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ മാറി അവിടെ ഇവിടെയൊക്കെ ചില ആൾക്കാർ കമന്റ് ചെയ്യുന്ന കൂട്ടത്തില് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് മറ്റേതെങ്കിലും വീഡിയോയുടെ താഴെ വന്ന് ചില ആൾക്കാർ കമന്റ് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ എന്റെ വീഡിയോ ഞാനൊരു കടുത്ത മമ്മൂക്ക ആരാധകനാണ് അല്ലെങ്കിൽ ദുൽഖറിന്റെ ആരാധകനാണെന്ന് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും അറിയാം. അതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞ കാലത്തൊക്കെ ഏറ്റുവാങ്ങിയിട്ടും ഞാൻ എന്റെ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെയാണ്, ഇനിയും അത് അങ്ങനെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുമെന്നല്ല, എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടെന്ന് പറയുന്ന കണക്ക് ഇപ്പം മമ്മൂക്കയോടോ ലാലേട്ടനോടോ അല്ലെങ്കിൽ യേശുദാസേട്ടനോടോ അല്ലെങ്കിൽ മറ്റുള്ള MG ശ്രീകുമാറിനോടോ അല്ലെങ്കിൽ വേണുഗോപാലിനോടോ ജയേട്ടനോടോ ഒക്കെ ഉള്ള സ്നേഹമുള്ള കണക്ക് നമ്മളിപ്പോ സച്ചിനോടും അല്ലെങ്കിൽ വീരേന്ദ്ര സേവാഗിനോടൊക്കെ ഉള്ള അല്ലെങ്കിൽ ഋഷഭ് പന്തിനോടോ കോഹ്ലിയോടോ ഒക്കെ ഉള്ള സ്നേഹം ഉണ്ടെന്ന് പറയുന്ന കണക്ക് എല്ലാവർക്കും ഒരു മനുഷ്യനായാൽ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും ഉണ്ട്. അതിപ്പം ആർക്കും മാറ്റി വെക്കാൻ പറ്റത്തില്ല. യൂട്യൂബർമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ എന്റെ ഇഷ്ടം ഈ പറഞ്ഞ കണക്ക് ഞാൻ തുറന്നു പറയാൻ ഒരു കാലത്തും ഒരു മടി കാണിച്ചിട്ടില്ല. ഞാനൊരു മമ്മൂക്കയുടെയും ഒരു ദുൽഖർ സൽമാന്റെയും ഒരു കടുത്ത ആരാധകൻ തന്നെ, ഒരു ഡൈ ഹാർട്ട് ഫാൻ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഈ വിമർശിക്കേണ്ടടുത്ത് ഇപ്പം ദുൽഖറിനെ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ അവാർഡിന് അയക്കാത്തതുമായി ബന്ധപ്പെട്ട് പക്ഷെ ഈ നമ്മൾ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നമ്മളെ പോലുള്ള കുറെ ആൾക്കാർ ഫൈറ്റ് ചെയ്തപ്പം നിശബ്ദരമായിട്ട് ഇരുന്നിട്ട് പിന്നീട് മറ്റൊരാൾ പറഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സിനിമ അവാർഡിന് അയച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മമ്മൂട്ടി കമ്പനിയെ വിമർശിച്ചു. എന്ന് പറഞ്ഞാൽ മമ്മൂക്കയോട് സ്നേഹമില്ലെന്നല്ല. ഇപ്പൊ ദുൽഖർ സൽമാന്റെ ഒരു സിനിമയുടെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞതിന് ശേഷം എന്നെ പോലുള്ള ആരാധകര്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ പോലുള്ള അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരുന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ആ സിനിമ ആദ്യം കാണണം, ഇപ്പം എന്റെ കൂടെ ഉള്ളവരെയും കൂടെ എന്റെ കുടുംബത്തിലുള്ളവരെയും കൂടെ പിന്നീട് ആ സിനിമ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമ ഇപ്പം പലർക്കും പല ഇഷ്ടങ്ങളാണ്. ഇപ്പൊ
എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു താല്പര്യം എന്ന് പറയുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. ഇപ്പൊ ആ സിനിമ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ പോകണം, സിനിമ നല്ലതായിരിക്കും, അത് ഒരുപാട് ദിവസത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടും. അപ്പം അതൊക്കെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സന്തോഷം കൂടിയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ആലോചന അല്ലെങ്കിൽ സന്തോഷമാണ് ഒരുപാട് ആളുകൾക്ക്, ചില ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത്. അതൊരു പ്രതീക്ഷയാണ്. ഇപ്പം അതിപ്പം ഒരു സിനിമ ഓടിയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ വ്യക്തിപരമായിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സിനിമകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് വലിയ രീതിയിലേക്ക് വരുന്ന കാണുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് ഒരു സന്തോഷം മനസ്സിൽ വരും. അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു സിനിമയുടെ റിലീസ് മാറിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. അത് ദുൽഖറിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ദുൽഖറിനോട് വിരോധം ഉണ്ടായിട്ടോ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ദുൽഖർ ഫാൻ തന്നെയാണ് ഞാൻ, അതിനകത്തൊന്നും യാതൊരു സംശയവും ഇല്ല. അതിന് ഒരു കാലത്തും മമ്മൂക്കയോടോ ദുൽഖറിനോടോ ഉള്ള എന്റെ സ്നേഹം കുറയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കണക്ക് വിമർശിക്കേണ്ടടുത്ത് സ്വാഭാവികമായിട്ടും അത് വിമർശിക്കും. അതിന് ഞാൻ പറയുന്നതിന് മറ്റുള്ളവർക്ക് ഒരുപാട് മറുപടി ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എനിക്കും അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യം വിമർശിക്കുന്നത്. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതിപ്പോ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളാവട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളാവട്ടെ, ആരോ ആയിക്കോട്ടെ, അവര് ചെയ്യുന്നതിനെല്ലാം നമ്മൾ ന്യായീകരിക്കും. അത് നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. എന്ത് ചോദിച്ചാലും ന്യായീകരിക്കും. അവർ ആരുടെ തെറ്റുണ്ടെങ്കിൽ പോലും ന്യായീകരിക്കും. പക്ഷെ എനിക്കെന്തോ അങ്ങനെ പറ്റത്തില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റ് അത് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ അതിനെ സ്വാഭാവികമായിട്ട് വിമർശിക്കും, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് മുമ്പേ ഒരു സ്വഭാവമായി പോയി. ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്ന ദുൽഖറിന്റെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തതിന്റെ താഴെ കുറച്ച് ആൾക്കാരുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഞാൻ ദുൽഖറിനെ എതിർത്തുകൊണ്ട് മറ്റാരെയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട്. എന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വീഡിയോ കണ്ട് അല്ലെങ്കിൽ എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പം എന്നെ ഈ പറഞ്ഞ കണക്ക് ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒപ്പം നിൽക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ആരുടെ ആരാധകനാണെന്നുള്ളത്. അത് ഒരു കാലത്ത് മാറത്തുമില്ല. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇനിയിപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഈ വിമർശിക്കുമ്പോഴും ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ എപ്പോൾ റിലീസ് ചെയ്താലും ഒരു സെപ്റ്റംബർ 3 ആയിക്കോട്ടെ, എപ്പോഴത്തേക്ക് ആയിക്കോട്ടെ, നമുക്ക് വിമർശനങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ സിനിമ ഒരു വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തണം. ലോക ഇട്ടിരിക്കുന്ന റെക്കോർഡായിട്ടുള്ള ഒരു 303 കോടി എന്ന് പറയുന്നത് തിരുത്താൻ സാധിക്കുന്ന ആദ്യത്തെ സിനിമ അത് ദുൽഖറിന്റെ ഐ ആം ഗെയിം തന്നെ ആവണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് ഇപ്പൊ ദുൽഖർ തന്നെ പറഞ്ഞ കണക്ക് അദ്ദേഹം ഈ സമീപകാലങ്ങളിലൊന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പൊങ്ങച്ചക്കാരനായിട്ടുള്ള അതിന് ചില ആൾക്കാർ ഉദാഹരണമായിട്ട് ഇപ്പൊ ABCDയിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ചാർലിയിലെ മറ്റൊരു രീതിയിൽ ഇരിക്കുന്ന ക്യാരക്ടറിനെ കുറിച്ച് ഉള്ള സൂചന തരുമ്പം ഈ ഡാൻ ജോൺ എന്ന് പറയുന്ന ദുൽഖർ സൽമാന്റെ ഒരു ക്യാരക്ടർ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതാണ്. പ്രത്യേകിച്ച് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർമാരും അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ആ സിനിമ ഒരു വലിയ വിജയമാകണം. ദുൽഖർ സൽമാൻ 3 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് ഒട്ടും മോശമായെന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്തണം. അതിന്റെ കൂടെ വരുന്ന സിനിമകൾ ഓടണം, എല്ലാ സിനിമയും ഓടണം. പക്ഷെ അതിനൊക്കെ ഒരുപാട് മേലിൽ നിൽക്കുന്ന വിജയം ദുൽഖറിന്റെ ഐ ആം ഗെയിം നേടിയെടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. താങ്ക് യു.